ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ഏകദേശം 1,07,474 കിലോമീറ്റർ ഈ ബൈക്ക് ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബൈക്കിൽ എനിക്ക് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ബൈക്സിലൊന്നും അങ്ങനെ കാണാത്ത നല്ലൊരു രീതിയിലാണ് ഇതിൽ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു കിറ്റിന് ഡാമേജ് ആവാത്ത രീതിയിൽ ഇവിടെ ഒരു കോളറൊക്കെ ആഡ് ചെയ്തിട്ടാണ് ആൾ ഈ ഒരു ഫോഗ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ എല്ലാ ബൈക്കിനും ഈ ഒരു കിറ്റിനോട് ചേർന്നൊക്കെയാണ് അവർ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. പക്ഷേ ഇത് എക്സ്ട്രാ ഒരു കോളറൊക്കെ ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഈ ഒരു ഹാൻഡിൽ ബാർ തിരിച്ച് ഈ ഒരു മഡ് ഗാർഡ് ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഈ ഒരു മഡ് ഗാർഡ് കംപ്രസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു 99% അങ്ങനെ സംഭവിക്കാൻ ചാൻസ് കുറവാണ്. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ബൈക്കിൽ USD ഫോക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രാവൽ വളരെ കുറവാണ്. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മൾ ഇത്രയും ഫുൾ വളച്ചാലേ നമ്മുടെ ഈ ഒരു മഡ് ഗാർഡ് ഈ ഒരു ഏരിയയിൽ എത്തുള്ളൂ. എന്നാൽ പോലും അത് ഫുൾ അങ്ങ് കംപ്രസ് ചെയ്യുന്ന രീതിയിലൊന്നും നമ്മൾ ഒരിക്കലും കൊണ്ടിടാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ ഇതുവരെ വന്നിട്ടില്ല. സ്റ്റിൽ ഇത് വെച്ചിരിക്കുന്നത് നല്ലൊരു രീതിയിലാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങളും ഫോഗ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡേ ടൈമിൽ അല്ലെങ്കിൽ നമ്മളിത് പുറത്ത് കൊണ്ടുവന്ന് നമ്മളിത് യൂസിങ് അല്ലാത്ത സമയത്ത് ഇത് കവർ ചെയ്ത് തന്നെ യൂസ് ചെയ്യണം. അതാണ് റൂള്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ഇത്തരം ലൈറ്റ്സ് ഒക്കെ നിങ്ങളുടെ ബൈക്കിൽ വാങ്ങി യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ വയറിംഗ് സെറ്റപ്പ് ഇതിൻ്റെ സ്വിച്ച് അവൻ എൻ്റെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഞാൻ ആക്ച്വലി കുറച്ച് പണിപ്പെട്ടാണ് കണ്ടുപിടിച്ചത്. ബിക്കോസ് ഇതിലിപ്പോൾ ആ ഫോഗിൻ്റെ സ്വിച്ച് അവൻ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് സെറ്റപ്പിലുള്ള സ്വിച്ച് അല്ല. ഇത് BS3ക്ക് വരുന്ന ടൈപ്പ് സ്വിച്ചാണ്. ഇതിന് ഹെഡ്ലൈറ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കും. ഈ ഒരു സ്വിച്ച് സെറ്റപ്പിലാണ് നമ്മുടെ ലൈറ്റിൻ്റെ കൺട്രോൾസ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ക്ലിക്കിൽ നമ്മുടെ നോർമൽ വൈറ്റ് ലൈറ്റ് ആയിരിക്കും വരിക. നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാം. നമ്മുടെ സെക്കൻഡ് ക്ലിക്കിൽ അത് യെല്ലോ ബീമായിട്ട് മാറും. ഓക്കെ. പിന്നെ ഈ ബൈക്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ബ്രേക്ക് ലൈൻസ്. സ്റ്റീൽ ബ്രേഡഡ് ബ്രേക്ക് ലൈൻസ് ഫ്രം ഡ്യൂക്ക് 390 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഡ്യൂക്ക് 390യുടെ മാസ്റ്റർ സിലിണ്ടർ ടു ABSലോട്ട് വരുന്ന ആ ഒരു ലൈനാണ് ഇതിൻ്റെ റെയറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ABS യൂണിറ്റ് ടു ബ്രേക്ക് കാലിപ്പറിലേക്ക് വരുന്ന ലൈനാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലെ കാലിപ്പർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമ്മുടെ വേർഷൻ 4ൽ വരുന്ന ടൈപ്പ് ഗോൾഡൻ കാലിപ്പേഴ്സാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വിത്ത് ബ്രെംബോ ബ്രേക്ക് പാഡ്സ് ആണ് വരുന്നത്. പിന്നെ ഓൾ ടുഗെദർ ബൈക്ക് നല്ല നീറ്റ് ലുക്കിംഗ് ആണ്. ഈ ഒരു ബ്ലാക്ക് കളർ അല്ല ആക്ച്വലി ഒരു ബൈക്ക്. ഇത് നമ്മുടെ ബ്ലൂ കളർ R15 വേർഷൻ 3 ആയിരുന്നു. അതിനെ അവൻ ഫുൾ ബ്ലാക്ക് ആക്കിയതാണ്. അപ്പോൾ ഈ ബൈക്കിൻ്റെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്നേ വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ ബാക്കി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ബൈക്കിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആ വീഡിയോയിൽ കവർ ചെയ്യാം. ഈ ബൈക്ക് ഇനിയും സ്പെഷ്യലാക്കാൻ തന്നെയാണ് ആളുടെ പ്ലാൻ. ഇത് വീണ്ടും ട്യൂൺ ചെയ്യാനുള്ള പരിപാടിയിൽ ഇത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ റൈസിൻ്റെ ടയേഴ്സാണ് ഇട്ടിരിക്കുന്നത്. 150 സെക്ഷൻ ടയേഴ്സാണ് ഈ ബൈക്കിൽ ഇപ്പോൾ കിടക്കുന്നത് റയർ. അതുപോലെ തന്നെ ഫ്രണ്ട് 110 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.